ഒരുപാട് ഞാനാണ് നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുക, പകരം ആ പൈസയും കൂടെ കോട്ടയിലാണ് പരാതിയില്ലല്ലോ. ഒരു വർഷം പാർക്കിംഗ് ഫീ എനിക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനെ ഓരോ പ്രോഡക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിലയിട്ടാൽ പ്രശ്നത്തില്ലേ. ചിലപ്പോൾ 50 പൈസയെ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് കൂടുള്ളൂ. മറ്റ് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഹോട്ടൽ നടത്തുമ്പോൾ നിങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി മേടിക്കുന്ന സ്ഥലത്തിന്റെ നിരക്കൂടെ കൂട്ടിയല്ലേ നിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് വാടക. ഈ ബോധം കസ്റ്റമർക്ക് ഉണ്ടായാൽ മതി. ഞാൻ പല സ്ഥാപനം ഒരേ സമയം ചെയ്യുന്നതാണോ. ലേബർ കെയർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസങ്ങൾ അനുസരിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനം എനിക്കുണ്ട്. 1200 ഏജന്റുമാര്, 100-300 സ്റ്റാഫ്. ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനേജർ പിള്ളകളിയുമല്ല. മൂത്രം മണക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പുരോഗതി പ്രാപിച്ചു നമുക്ക് പറയാൻ പറ്റുക. വൃത്തിയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നു പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ലിസ്റ്റ് നാളെ നമുക്ക് പറയാൻ പറ്റുക. അതില്ലാതെ വേറെ ഒന്നുണ്ടായിട്ടുണ്ടാകും. എല്ലാ കുട്ടികളുടെയും മനുഷ്യന്റെയും ജീവിതത്തിലെ സുപ്രധാന എലമെന്റായി ഇത് മാറിയ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്നും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു പാഠമെങ്കിലും 12ാം ക്ലാസ് വരെ വേണ്ടതല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 3 ജീൻസ് മതി, പരമാവധി ഒരു 7 ടീഷർട്ട് മതി. അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ലോ. ഒരുപാട് ഞാനാണ് നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കുക, പകരം ആ പൈസയും കൂടെ കോട്ടയിലാണ് പരാതിയില്ലല്ലോ. ഒരു വർഷം പാർക്കിംഗ് ഫീ എനിക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനെ ഓരോ പ്രോഡക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിലയിട്ടാൽ പ്രശ്നത്തില്ലേ. ചിലപ്പോൾ 50 പൈസയെ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് കൂടുള്ളൂ. മറ്റ് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഹോട്ടൽ നടത്തുമ്പോൾ നിങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി മേടിക്കുന്ന സ്ഥലത്തിന്റെ നിരക്കൂടെ കൂട്ടിയല്ലേ നിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് വാടക. ഈ ബോധം കസ്റ്റമർക്ക് ഉണ്ടായാൽ മതി. ഞാൻ പല സ്ഥാപനം ഒരേ സമയം ചെയ്യുന്നതാണോ. ലേബർ കെയർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസങ്ങൾ അനുസരിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനം എനിക്കുണ്ട്. 1200 ഏജന്റുമാര്, 100-300 സ്റ്റാഫ്. ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനേജർ പിള്ളകളിയുമല്ല. മൂത്രം മണക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പുരോഗതി പ്രാപിച്ചു നമുക്ക് പറയാൻ പറ്റുക. വൃത്തിയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നു പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ലിസ്റ്റ് നാളെ നമുക്ക് പറയാൻ പറ്റുക. അതില്ലാതെ വേറെ ഒന്നുണ്ടായിട്ടുണ്ടാകും. എല്ലാ കുട്ടികളുടെയും മനുഷ്യന്റെയും ജീവിതത്തിലെ സുപ്രധാന എലമെന്റായി ഇത് മാറിയ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്നും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു പാഠമെങ്കിലും 12ാം ക്ലാസ് വരെ വേണ്ടതല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഒരു 3 ജീൻസ് മതി, പരമാവധി ഒരു 7 ടീഷർട്ട് മതി. അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ലോ. കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞ്